ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ മലേഷ്യൻ സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണിത്. ഇന്നത്തെ വീഡിയോ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കുള്ള പോലെ മലേഷ്യയിലെ ബാങ്കോക്ക് എന്നറിയപ്പെടുന്ന ബുക്കിറ്റ് ബിങ്താങ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ തോന്നി എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് ഇറങ്ങാന്നുള്ളത്. റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഹോട്ടലിലെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള അരോമ ഓഫ് സ്പൈസസ് അവിടെ ഡിന്നർ ബൊഫേ ഉള്ളതായിട്ട് കണ്ടു. നമ്മൾ 2 ദിവസം മുന്നേ ഇവിടുന്ന് ലഞ്ച് ബൊഫേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ തന്നെ ഡിന്നർ ബൊഫേ ഉണ്ടെന്ന് കണ്ടപ്പോൾ എന്തായാലും ഇവിടുന്ന് ആക്കാം ഡിന്നർ എന്ന് കരുതി. നല്ല അടിപൊളി ചെട്ടിനാട് ഫിഷ് കറി, അതുപോലെ നല്ല ചിക്കൻ മസാല, അതും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അതുപോലെ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല പനീർ ബട്ടർ മസാല, എഗ് കറി, ഗോബി മഞ്ചൂരിയൻ, നല്ല അടിപൊളിയായിട്ടുള്ള വെജ് നൂഡിൽസ്, അതുപോലെ ദാൽ മഖനി. ഇതൊന്നും പോരാതെ നല്ല നാടൻ സ്റ്റൈലിലുള്ള നെയ്ച്ചോറും പിന്നെ അസോർട്ടഡ് ബ്രെഡ്സും, പിന്നെ ഭംഗിക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസും. ഞങ്ങൾക്ക് അധികം വിശക്കാത്ത കാരണം വളരെ കുറച്ച് ഭക്ഷണം മാത്രം എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടിയിരുന്നു. കൗണ്ടറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഉള്ളത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ പ്ലേറ്റിലാണോ ഫുഡ് എടുത്തത് അതോ ടേബിളിലാണോ ഫുഡ് കൊട്ടിയത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളരെ കുറച്ച് ഫുഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് പ്ലേറ്റ് കാണാത്തതാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി നേരെ ഗ്രാബിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ബുക്കിറ്റ് ബിങ്താങ്ങിലേക്കാണ്. ബുക്കിറ്റ് ബിങ്താങ്, ബിങ്താങ് വാക്ക് അല്ലെങ്കിൽ സ്റ്റാർ ഹിൽ എന്നൊക്കെയാണ് ഈ സ്ഥലം അറിയപ്പെടുക. മലേഷ്യയിൽ വരുമ്പോൾ കുറച്ച് ലക്ഷറി ആയിട്ട് ഷോപ്പ് ചെയ്യാനും അതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് ബുക്കിറ്റ് ബിങ്താങ്. മലേഷ്യയിൽ നിങ്ങൾ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ളത് പവലിയൻ കോലലംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് മാളും, അതുപോലെ ഒരുപാട് മൾട്ടി ബ്രാൻഡുകളുടെ ലക്ഷറി ഷോറൂംസും, അതുപോലെ ഒരുപാട് ഭക്ഷണങ്ങളുടെ പലതരം ക്യൂസീൻസിലുള്ള എല്ലാവിധ റെസ്റ്റോറൻറ്റ്സും, അതുപോലെ ഒരുവിധം എല്ലാ പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പ്സിന്റെയും 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളതും ബുക്കിറ്റ് ബിങ്താങ്ങിലാണ്. ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും പോകാതെ ഇന്ന് തന്നെ ബുക്കിറ്റ് ബിങ്താങ്ങിൽ വരാനുണ്ടായ പ്രധാന കാരണം ഇത് തന്നെയാണ്. ബുക്കിറ്റ് ബിങ്താങ്ങിൽ വന്ന് നിങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മറ്റേത് സ്ഥലത്തു നിന്നും കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും എങ്ങനെ നോക്കിയാലും കൺവേർഷൻ റേറ്റ് കൂടുതലാവും. $100 ഏകദേശം 440 ആണ് മലേഷ്യൻ റിംഗിറ്റ് ഉണ്ടാവുക. അതേ സ്ഥാനത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പെട്രോണാസ് ട്വിൻ ടവറിന്റെ അവിടുന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 408 മലേഷ്യൻ റിംഗിറ്റ് മാത്രമാണ് എനിക്ക് $100 കിട്ടിയത്. അങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് നടന്നു വരുമ്പോഴാണ് യോലെ എന്ന് പറഞ്ഞിട്ട് 0 ഷുഗറിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് കണ്ടത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഫുഡ് കോർട്ടിൽ വന്നപ്പോഴാണ് ശരിക്കും സങ്കടമായത്. നമ്മുടെ ഹോട്ടലിൽ ഇറങ്ങുമ്പോൾ ഒരു ബൊഫേ കഴിഞ്ഞ് ഇറങ്ങിയത് കാരണം രണ്ടുപേരുടെയും വയറ് അത്യാവശ്യം ഫുള്ളാണ്. അതും പോരാതെ ഇവിടെ ഒന്ന് ഐസ്ക്രീമും കൂടെ കഴിച്ചപ്പോൾ കഴിഞ്ഞ കഥ. സങ്കടം വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഫുഡ് കോർട്ടിലുള്ള ഫുഡിന് വെറൈറ്റീസ് കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഡൈസോ എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്. അവരുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്. അതേപോലെയാണ് ഇവിടെ ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഭക്ഷണത്തിന് ചോദിച്ചാൽ മതി, അത് എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും. ഇനി ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആരും കഞ്ഞിയും ചമ്മന്തിയും ചോദിക്കാൻ നിൽക്കരുത്. കവി ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. എന്തായാലും ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനൊരു ഫ്ലോ കളയുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. സത്യം പറയണം, എത്ര പേരുടെ വായിൽ വെള്ളം വന്ന്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എല്ലാ ക്യൂസീൻസിലും പല വെറൈറ്റികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചൈനീസ്, യൂറോപ്യൻ, അറേബ്യൻ, ഇന്ത്യൻ, ഇങ്ങനെ ഏത് ക്യൂസീൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം പല വെറൈറ്റികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലൊരു മാളിനകത്താവുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസി ആവില്ല എന്നുള്ളത്. അല്ല, വളരെ റീസണബിൾ പ്രൈസ് ആണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം. ഞാൻ കരുതിയത് ഭയങ്കര പ്രൈസി ആവും എന്നുള്ളതാണ്. അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്തിനാണ് ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചതെന്ന് തോന്നിപ്പോയി. അങ്ങനെ ആ നിരാശയിൽ വരുമ്പോഴാണ് വേറൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. ഒരു ചെറുത് ഒരു ക്യാരി ബാഗിൽ കുറെ ഡിന്നർ റോൾസ് ഇട്ടിട്ട് ആളതും പിടിച്ച് നടക്കുകയാണ്. അതിന്റെ വെയിറ്റ് കാരണം ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആള്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് മഴ വീണ്ടും നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരിന്ന് ആരെങ്കിലും ഒരാൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഞാനൊരു $500 GPay ചെയ്ത് തരും. സജോ, നീ കമന്റ് ചെയ്യണ്ട, അതുപോലെ എന്റെ വീട്ടിലുള്ളവരും കമന്റ് ചെയ്യണ്ട. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അവിടെ ഞങ്ങൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചു.
അങ്ങനെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് നടന്നു വന്നപ്പോൾ പിന്നെ കാണുന്നത് മുഴുവനും അറേബ്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മലേഷ്യൻ ഫുഡും അതുപോലെ ചൈനീസ് ഒക്കെ കഴിച്ച് മടുക്കുകയാണ്, ഇനി ഒന്ന് അറേബ്യൻ ക്യൂസിൻ ട്രൈ ചെയ്യാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇവിടെ ബുക്കിറ്റ് ബിങ്താങ്ങിൽ വന്നാൽ ഒരു പെരുന്നാൾ തന്നെയാണ് അറേബ്യൻ ഫുഡിന്റെ. മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര തിരക്കും ആളും ബഹളമായിരുന്നു ഇവിടെ. മലേഷ്യയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ബുക്കിറ്റ് ബിങ്താങ്. നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്, അതുപോലെ ബാംഗ്ലൂരിലെ MG റോഡ്, US-ലെ ന്യൂയോർക്കിലുള്ള ടൈം സ്ക്വയർ, അതുപോലെയാണ് മലേഷ്യയിലെ ബുക്കിറ്റ് ബിങ്താങ്. ഈ കാണുന്നതാണ് ബുക്കിറ്റ് ബിങ്താങ് മെട്രോ സ്റ്റേഷൻ. നിങ്ങൾ എന്നെ പോലെ പാക്കേജിൽ അല്ലാതെ വരികയാണ്, ഒരുപക്ഷെ മലേഷ്യയിൽ നിങ്ങൾ ഏതെങ്കിലും ഭാഗത്താണ് താമസം എന്നുണ്ടെങ്കിൽ അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ഒരു മെട്രോ എടുത്താൽ നേരെ ബുക്കിറ്റ് ബിങ്താങ്ങിൽ എത്താൻ പറ്റും. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാബ് ആപ്ലിക്കേഷൻ ഒരു ക്യാബ് എടുത്തിട്ടാണ് വന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് മാപ്പിൽ നോക്കിയപ്പോൾ 1.6 കിലോമീറ്റർ ആണ് കാണിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി എന്തായാലും കുറച്ചല്ലേ ഉള്ളൂ, പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ അങ്ങോട്ട് നടന്നു പോവാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഹോട്ടലിൽ എത്താറായപ്പോൾ തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി രണ്ടുപേരും നടന്നതിന്റെ ക്ഷീണം തീർക്കാൻ ഒരു കോഫി കുടിച്ച്. അത് കുടിച്ചതിന്റെ പേരിൽ വീണ്ടും 2 കിലോമീറ്ററെങ്കിലും നടക്കണം എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. കാരണം ഇവിടെ കോഫിയും ടീ ഒക്കെ തരുന്നതിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്ര വലിയൊരു മഗ്ഗിലാണ് ഇവർ കൊണ്ടുതരിക. പ്രത്യേകിച്ച് മഴയും ചാറിയിട്ട് നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറയാ, നല്ല രസമുണ്ട് സംഭവം അല്ലേ? സായിപ്പിന്റെ കുട്ടിയാണ് യെസ് എന്നൊക്കെ പറയുള്ളൂ. ഇനി ഇവിടെ ഒരു പാലമുണ്ട്, നമുക്ക് ഒരു കുഞ്ഞൊരു പാലം. സംഗതി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ബ്രിഡ്ജിൽ ഞങ്ങൾക്ക് കുറെ സാമൂഹികൃത വിരുദ്ധരെ കാണാൻ പറ്റി. കുറച്ചനെ അങ്ങനെ തന്നെയല്ലേ പറയാ. എന്തായാലും ഒരു സൈഡിൽ അവരാണെങ്കിൽ മറ്റേ സൈഡിൽ ഇതുപോലെ ഹോംലെസ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് കിടന്ന് ഉറങ്ങണ കാണാൻ പറ്റി. അതും കുറെ ചെറിയ കുട്ടികളൊക്കെ അവിടെ കിടക്കുന്ന കാണുമ്പോൾ നല്ല സങ്കടം തോന്നുക. രാത്രിയായപ്പോൾ ഉണങ്ങിയ സ്ട്രീറ്റായി, ഉണങ്ങിപ്പോയില്ലേ, ഒരു മനുഷ്യല്ല ഒന്നുമില്ല, ഉറങ്ങിയതെന്നും പറയാം. പക്ഷെ ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉറങ്ങിയതെന്ന്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ ശേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഉണങ്ങി. അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് ഇവിടുത്തെ 2 ഡെസ്റ്റിനേഷൻസ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെറ്റാലിംഗ് സ്ട്രീറ്റ്, ഇവിടുത്തെ ചൈന ടൗൺ. സോ സീ യു അഗെയിൻ വിത്ത് എ വണ്ടർഫുൾ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.